ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായ ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസാണ് 'ഫാർമ'. ഈ ഒരു സീരീസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഒരു സീരീസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുവരിക്കുന്ന മെഡിസിൻസ്. മെഡിസിൻസ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ മെഡിസിൻ ക്യാൻ ക്യൂർ യു, എ മെഡിസിൻ ക്യാൻ കിൽ യു. കാരണം ഒരു മെഡിസിൻ കഴിച്ച് നിങ്ങൾക്ക് ഒരു അസുഖം മാറി. പക്ഷെ ആ ഒരു മെഡിസിൻ കാരണം നിങ്ങൾക്ക് വേറൊരു അസുഖത്തിന്റെ തുടക്കം ഉണ്ടാവാം. അതിപ്പോ പാരസെറ്റമോൾ ആയാലും ശരി, ഏതൊരു മെഡിസിൻ ആയാലും. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം വളരെ നൈസായിട്ട് തന്നെ സീരീസ് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സീരീസിന്റെ ഒരു ജേണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീരീസ് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റിപ്പിന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു മെഡിസിൻ കാരണം ഒരു ഇഷ്യൂ സോൾവ് ആവണമെന്നുണ്ടെങ്കിലും ആ ഒരു മെഡിസിൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഫ്യൂച്ചറിൽ. സോ അതാണ് ഈ ഒരു സീരീസിന്റെ ബേസിക് കണ്ടന്റ്. സോ അതിനെ വെച്ചിട്ട് ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ആ ഒരു മെഡിസിൻസും ഈ മെഡിസിൻസ് എങ്ങനെയാണ് ബിസിനസ് ആയി മാറിയത് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് സീരീസ് സംസാരിക്കുന്നത്. ആൻഡ് സീരീസിലോട്ട് വരുവാണെങ്കിൽ സീരീസിന്റെ കണ്ടന്റ് നൈസ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സീരീസ് സംസാരിക്കുന്നത്. അതൊക്കെ കൊള്ളാം. പക്ഷേ ദ വേ ദ പ്രസന്റ് ദ കണ്ടന്റ് ഈസ് റിയലി ബാഡ്. കാരണം ഒരു എൻഗേജിങ് ഫീൽ ഇല്ല. അല്ലെങ്കിൽ ഈ സീരീസ് സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ലോകം ഫുള്ള് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിനെ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഒരു എൻഗേജിങ് ഫീൽ ഇല്ലാതെ ഒരു തട്ടിക്കുട്ട് പരിപാടി പോലെ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു നൈസ് ട്രാക്കിലാണ് പോകുന്നത്. കാരണം കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വരുന്നുണ്ട്, അവിടുത്തെ മെഡിസിൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വേൾഡ് ബിൽഡ് ഒക്കെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു ഇമ്പാക്ട് ഇല്ല. വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് സീരീസ് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഓരോ എപ്പിസോഡ് കഴിയും തോറും അല്ലെങ്കിൽ ഓരോ സീക്വൻസ് കഴിയും തോറും അടുത്ത് എന്താണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഈ ക്യാരക്ടറിന് അടുത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇയാൾ എന്ത് അടുത്ത് പറയും, എല്ലാ കാര്യങ്ങളും. കാരണം അത്ര പ്രഡിക്റ്റബിൾ ആയിരുന്നു ഓരോ കാര്യങ്ങളും ഒരു എക്സിക്യൂട്ടീവ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയ ഒരു എൻഗേജ് ഫാക്ടർ ത്രൂ ഔട്ട് ദ സീരീസിൽ വേറെ ഒരു എപ്പിസോഡിലും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഒരു എപ്പിസോഡിൽ മാത്രം ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് കുഴപ്പമില്ല, ഒരു നൈസ് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആൻഡ് വളരെ പ്രിഡിക്റ്റബിൾ ആൻഡ് വളരെ ഫ്ലാറ്റ് ആയിരുന്നു. ഇത് നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഈ സീരീസ് സംസാരിക്കുന്ന കണ്ടന്റ് നൈസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രസന്റേഷൻ കുറച്ച് ബോറായതുപോലെ എനിക്ക് തോന്നി. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു 2 3 അല്ലെങ്കിൽ 4 എപ്പിസോഡിൽ കുറച്ച് എൻഗേജിംഗ് ആയിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യത്തിന് ഇവർ വലിച്ചു നീട്ടി ഒരു 8 എപ്പിസോഡിലാണ് സ്റ്റോറി സംസാരിച്ചിരിക്കുന്നത്. ഓരോ എപ്പിസോഡ് ഒരു 20 to 25 മിനിറ്റ്സ് ഉണ്ട് ഡ്യൂറേഷൻ. ഈ 8 എപ്പിസോഡ് എന്നുള്ളത് ചുരുക്കി 4 എപ്പിസോഡിൽ ഇത്രയും ലാഗ് ഇല്ലാതെ സീക്വൻസ് ഒക്കെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ലെവലിലോട്ട് ഈ ഒരു സീരീസ് പോയേനെ. ഇത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസ്, ഒരു ആവശ്യമില്ലാത്ത ഒരു കാർ അങ്ങോട്ട് പോകുന്ന, ആൾക്കാർ നടക്കുന്ന, ആൾക്കാർ ചിന്തിക്കുന്ന, ആൾക്കാർ ചുമ്മാ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഷോട്ട്സ്, അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഷോട്ട്സ് അവിടെ ഇവിടെയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സീക്വൻസ് കഴിഞ്ഞ് അതിന്റെ ടെയിൽ എൻഡ് ഇല്ലാതെ അതിങ്ങനെ വലിച്ചു വലിച്ച് നീട്ടി ആ ഒരു എപ്പിസോഡിന്റെ എൻഡ് വരെ കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഓരോ എപ്പിസോഡിന്റെ എൻഡിലോട്ട് വരുമ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എൻഗേജിംഗ് ആക്കുന്ന രീതിയിൽ ക്ലിഫ് ഹാങ്ങേഴ്സ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സീക്വൻസ് ഇങ്ങനെ ആഡ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ ഭയങ്കര രീതിയിൽ എനിക്ക് വർക്കായില്ലായിരുന്നു പല ഏരിയാസിലും. സംസാരിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു ലീഗിലോട്ട് ഓരോ എപ്പിസോഡും അല്ലെങ്കിൽ ഓരോ ക്ലിഫ് ഹാങ്ങേഴ്സും അല്ലെങ്കിൽ ഒരു എൻഡ് സീസൺ തന്നെ പോയിരുന്നു. പക്ഷെ ഒരു ഇമ്പാക്ട് ഇല്ല, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത്, അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും, ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ദ സീരീസ് വാസ് ലൈക്ക് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇമ്പാക്ട് ത്രൂ ഔട്ട് ദ സീരീസ് തന്നില്ല. ഞാൻ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ സൈഡ് പെർഫോമൻസ് ഒക്കെ വരുമ്പോഴും ഭയങ്കര ഒരു ആവറേജ് ആയിരുന്നു. കാരണം ഒരു അമച്ചർ ഫീൽ ആയിരുന്നു. എസ്പെഷ്യലി ഇതിന്റെ മേക്കിങ്ങിലോട്ട് വരുമ്പോൾ ക്യാരക്ടേഴ്സിന് ഒരു ലിപ് മൂവ്മെന്റും കാണത്തില്ല. അവിടെ ഡയലോഗ്സ് ഒക്കെ കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രെയിംസ് ആയാലും കളറിംഗ് ആയാലും അവർ എൻ്റെ സീൻ എക്സിക്യൂഷൻ ആയാലും എല്ലാം ഭയങ്കര ഒരു അമച്ചർ ആയിരുന്നു. അതായത് ഓരോ സീനിലോട്ട് പോകുമ്പോഴും നമുക്കറിയാം മറ്റേ 3 2 1 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആക്ഷനിലോട്ട് പോകുമ്പോൾ ആ ഒരു എൻ്റെ സീനിലോട്ട് ജൂനിയർ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ പാസിംഗ് ഷോട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കയറി വരത്തില്ല. അതേ ഫീൽ എനിക്ക് പല ഏരിയസിൽ, എസ്പെഷ്യലി ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരാൾ നടന്നു പോവാം, അതായത് ടൈമർ വെച്ച പോലെ 3 2 1 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് പോകും. അപ്പൊ തന്നെ 2 3 പേഷ്യൻസ് അങ്ങോട്ട് പോകും, 2 3 നേഴ്സ് ഇങ്ങോട്ട് വരും, 2 ഡോക്ടേഴ്സ് വരും, ഒരു പേഷ്യന്റിനെ ഒരാൾ സ്ട്രെച്ചറിൽ കൊണ്ടുപോകും. എല്ലാം അതായത് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണെന്ന്. അത്ര ശോഭമായിരുന്നു പല സീക്വൻസും. ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് മാത്രം ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും ആ ഒരു വേൾഡ് ബിൽഡും അവിടുത്തെ ഇവന്റ്സ് ഒക്കെ ആയിട്ട് ഒന്ന് കൊള്ളാമെങ്കിലും പിന്നീട് പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും, പല ഇവന്റ്സും, പല ക്യാരക്ടേഴ്സും, പല സിറ്റുവേഷൻസും ആയിട്ട് ഒരു കണക്ഷനോ ഒന്നുമില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് വേണം. അതിപ്പം സീരീസ് സംസാരിക്കുന്ന സ്റ്റോറി ആയിട്ട്, അല്ലെങ്കിൽ ഈ സീരീസ് സംസാരിക്കുന്ന ഒരു പേഷ്യൻസ് ആയിട്ട്, അല്ലെങ്കിൽ ആ അഫക്റ്റ് ആയി നിൽക്കുന്ന ആൾക്കാരായിട്ട് നമുക്കൊരു തോന്നൽ വേണം. ഓക്കെ ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇവർക്ക് പണി കിട്ടണം, അല്ലെങ്കിൽ ഈ കമ്പനി അടച്ചു പൂട്ടണം, അല്ലെങ്കിൽ സീരീസ് സംസാരിച്ചു വന്ന പല കാര്യങ്ങൾക്കും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണം. എന്നാലേ ഇത് വർക്ക് ആവത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലോ ഒരു എൻറ്റയർ സീരീസ് എനിക്ക് എവിടെയും കിട്ടിയില്ല. ആകെ കൊള്ളാന്ന് പറയുന്ന ഒരു ഫസ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡിലുള്ള കുറച്ച് എലമെന്റ്സ് അല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സിക്യൂഷനോ അല്ലെങ്കിൽ ഒരു നൈസ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കണ്ടന്റ് വൈസ് നൈസ് ആണ്. കണ്ടന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനും ഒരുപാട് പറയാനുള്ള ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഫ്ലാറ്റ് ആയിട്ട് കൊണ്ടുപോയത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു ആവറേജ് ഫീൽ ആയിരുന്നു ഈ സീരീസ്. ഒരു നൈസ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ടെങ്കിലും അതിനെ യൂസ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. സോ എന്നാൽ നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.